ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിവിങ് വിത്ത് അസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണമാണ്. തിരുവോണത്തിനെ സംബന്ധിച്ചിട്ടുള്ള വ്ളോഗാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് കാണാം. ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്ക് അമ്മയില്ല കേട്ടോ, ഞാനും അബിയും മാത്രമാണ് പോകുന്നത്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിലേക്കാണ് പോകുന്നത്. സാധാരണ അമ്മ നമ്മളെ കൂടെ വരുന്നതാണ്. ഇന്നെന്തൊക്കെയോ പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. പൂവെല്ലാം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വന്ന് പൂവിടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഹൈ വോളിയത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഓഫ് ചെയ്തിട്ടേക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് അബീൻ്റെ ഫ്രണ്ടിൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് വീടിനടുത്തുള്ള വെള്ളികാളകുളങ്ങര അമ്പലം. ഈ അമ്പലത്തിൽ നിന്ന് തന്നെ മുന്നേ ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കുളമുള്ള അമ്പലം ഇത്. ഞാൻ കാല് കഴുകുമ്പോൾ നോക്കിക്കാൻ മീനുകൾ അവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോയി നല്ല തൊഴുതു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫിഷ് മാർക്കറ്റിലേക്കാണ്. നമ്മൾ വീട്ടിൽ പ്രിപ്പറേഷൻ വെജിറ്റേറിയൻ തന്നെയായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു നോൺ വെജ് വേണ്ടേ? ഇന്നും നോൺ വെജ് കൂട്ടിയാണെന്ന് തോന്നുന്നു. അമ്മ പറഞ്ഞ എന്തെങ്കിലും നല്ല മീൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ നടക്കാവുള്ള ഫിഷ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ലപോലെ വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ പാട്ടൊക്കെ വെച്ച് വിശപ്പ് മറന്നിട്ടാണ് ഞങ്ങളുടെ യാത്ര. അതിൻ്റെ ഇടയിൽ കൂടെ അബി പറയുന്നത് അബിക്ക് ഫോക്കസ് കിട്ടുന്നില്ലെന്ന്. അപ്പം ഞാൻ അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് ഫോക്കസാക്കി കൊടുത്തു. ഇന്ന് നല്ല വെയിലുള്ള ദിവസം കേട്ടോ. നല്ലപോലെ ചൂടുണ്ടായിരുന്നു. നമ്മൾ കാറിൻ്റെ അകത്തായതുകൊണ്ടാണ് അത്രയും അറിയാത്തത്. പക്ഷെ നടക്കാതെ എത്തിയപ്പോൾ നല്ല പോലെ ചൂടുണ്ടായിരുന്നു. ഏതൊക്കെയോ ചറപറ പാട്ടുകളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അബിനോട് പറയാം കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് എനിക്കിതെന്തായാലും ഇടാൻ പറ്റൂല എന്ന്. അങ്ങനെ മാർക്കറ്റിലൊക്കെ പോയി വരുന്ന വഴിക്ക് നമ്മൾ സൽക്കാരയിൽ കയറി. നടക്കാവുള്ള സൽക്കാരയിലാണ് കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അപ്പവും ചിക്കൻ കറിയും പൊറോട്ടയും മീൻ കറിയും ഒക്കെയാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ നേരെ പോയത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീടിനടുത്തുള്ള പാവയിൽ ചീർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നല്ലൊരു ലൊക്കേഷനാണ് അവിടെ. അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെ മാനസയും കുട്ടേട്ടനും കണ്ണനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നല്ലപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ ഉച്ചയ്ക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ്യൂമൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും പോവുക. പക്ഷെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അബി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കണ്ണമ്മ നല്ല ഫോമിലാണ്, പാട്ടും കേട്ട് ഡാൻസിൻ്റെ ഫോമിലാണ് പുള്ളിക്കാരൻ. അങ്ങനെ വീട്ടിലെത്തി പച്ചടിയും 2 പച്ചടികളുണ്ടായിരുന്നു. ഒന്ന് പൈനാപ്പിൾ പച്ചടി, ഒന്ന് സാധാരണ പച്ചടി, പപ്പടം, പുളി, അവിയൽ, പിന്നെ ചോറുണ്ട്, ക്യാബേജ് ക്യാരറ്റ് ഉപ്പേരി, ആവോലി പൊരിച്ചത്, സാമ്പാർ, അങ്ങനെ എല്ലാം കൂടെ കൂട്ടി. പിന്നെ പായസം വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. പായസം വെച്ചത് ഞാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്നു. അതിന് മുന്നേ ഞങ്ങൾ അച്ഛന് നേർച്ചയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അബിയുടെ അച്ഛൻ മരിച്ചിട്ട് 2 കൊല്ലമാവുന്നുള്ളൂ. ആളും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു രസമായിരുന്നു ഈ ഓണമൊക്കെ. കാരണം പുള്ളിക്കാരനെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ വല്ലാതെ മിസ് ചെയ്യാറുണ്ട്. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ, അത് വിളമ്പിത്തരാനും ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ എന്നോടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നു. ഞങ്ങൾ 3 പേരും അടങ്ങുന്നൊരു കൊച്ചു കുടുംബമാണ്. അതിൽ സങ്കടങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും മറ്റേ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സാരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സാരി ഉടുപ്പിച്ചത് തന്നെ ചിഞ്ചുവാണ് കേട്ടോ. ചിഞ്ചു എൻ്റെ നല്ലൊരു സുഹൃത്താണ്. കാരണം എൻ്റെ അതേ ഒരു വൈബുള്ളൊരു കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. പിന്നെ ആൾ നല്ല രസമാണ്, സംസാരിച്ചിരിക്കാനും ഒക്കെ നല്ല വൈബുള്ള ഒരാളാണ്. അവളുടെ കുറേ അഭിപ്രായങ്ങളാണിത്. ആളൊരു മ്യൂസിക് ടീച്ചറാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് പാടുകയും ചെയ്യും. അടുത്ത് നിൽക്കുന്നതാണ് ആദർശ്, അവളുടെ ഹസ്ബൻഡ്. ആൾ സൗണ്ട് എൻജിനീയറുമാണ്. അപ്പം ഒരു മ്യൂസിക് കുടുംബമാണ് അവരുടേത്.
അടുത്ത ഇന്നത്തെ വ്ളോഗിൽ കാണാം. പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് അമ്മേനെയും കൂട്ടിയിട്ട് ബീച്ചിലൊന്നും കറങ്ങാൻ പോയി. അമ്മയ്ക്കാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അബി പറയാണ് 6 മണിക്ക് നിങ്ങൾക്ക് ബീച്ച് കാണാൻ പറ്റില്ലേ. ശരിക്കും വൈകുന്നേരമാണ് നല്ല രസം. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഈ ഒരു സമയത്തൊന്നും പുറത്തിറങ്ങിയിട്ടിട്ട് ശീലമില്ല. അതുകൊണ്ട് ഞങ്ങളെ കൂടെ ഇങ്ങനെ വരിക എന്നല്ലാതെ ഒറ്റയ്ക്കൊന്നും പുള്ളിക്കാരി പോവുകയില്ല. പിന്നെ വൈകുന്നേരത്തെ പുള്ളിക്കാരീൻ്റെ മെയിൻ ചായ കൂടിയൊക്കെ ബീച്ചിൽ നിന്ന് തന്നെ കഴിച്ചു. അവിടെ നിന്ന് പിന്നെ കാടമുട്ടയും കോളിഫ്ലവർ കാര്യങ്ങളൊക്കെ പൊരിച്ചത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, കാരണം ഓണമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ട്. പിന്നെ ഒരു 7-7:15 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. കാരണം നേരം വൈകുന്നോറും അവിടെ തിരക്ക് കൂടുക ചെയ്യുക. പിന്നെ അമ്മയെ വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അബി. അപ്പം ഞങ്ങൾ കാലിക്കറ്റുള്ള ആശീർവാദിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോകയായിരുന്നു സിനിമ. ലോകയ്ക്ക് നല്ല ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ മൂവി കാണാനിരുന്നു. നല്ല മൂവിയായിരുന്നു. എല്ലാവരും ടൈലൻഡ് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ.